നമുക്കറിയാം, ഏതൊരു രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് ഭരണഘടന ആവശ്യമാണ്. ആ ഭരണഘടനയോടൊപ്പം തന്നെ ക്രിമിനൽ സംവിധാനത്തിലൂടെ കൂടി അവിടുത്തെ നീതി ന്യായ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടതുമുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ യമനിലെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും എത്രമാത്രം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ചു കാലങ്ങളായി സിവിൽ വാർ അഥവാ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ് യമൻ. അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് രീതിയിലുള്ള ഭരണമാണ് നോർത്ത് യമനിലും സൗത്ത് യമനിലും നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നർത്ഥം. പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ എന്നുള്ള രീതിയിൽ സൗദിയുടെയും മറ്റും അംഗീകാരത്തോടുകൂടി ഏദൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ്. അത് ഇൻ്റർനാഷണൽ എപ്രൂവ്ഡ് ആയിട്ടുള്ള കൗൺസിലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ നോർത്തൻ പ്രൊവിഷൻസിലുള്ള ട്രഡീഷണലായിട്ടുള്ള ഗോത്ര വർഗക്കാരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടി ഹൂതി വംശജരായ ആളുകളുടെ നിയന്ത്രണത്തിൽ സന ആസ്ഥാനമായി ക്യാപിറ്റൽ അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഭരണകൂടം അതൊരു നോർത്തൻ ഭരണകൂടമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഒരു രീതിയിലും നിലവിൽ ഇല്ലാത്തത്രയും മോശമായിരിക്കുന്ന സ്ഥിതിയിൽ കേന്ദ്ര സർക്കാരിന് ഇതിൽ ഇടപെടാനുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിധി പുറപ്പെടുവിച്ചതിനു ശേഷം കേന്ദ്രത്തിന് അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് നിയമപരമായി പറയാനുള്ളത്. ഏകീകൃതവും സുസ്ഥിരവുമായ ഒരു ഭരണവ്യവസ്ഥ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നാൽ അവിടെയാണ് ശരിയ കോടതികളുടെ നിയമവ്യവസ്ഥകളും അതിൻ്റെ ഡിവിഷനുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയ നിയമപ്രകാരം ഹുദൂദ് അഥവാ ദൈവികമായ ഗ്രന്ഥങ്ങളിൽ ശരിയ നിയമത്തിൽ ഖുറാനിലും സുന്നയിലും പറഞ്ഞ നിയമങ്ങൾ അതേപടി അനുസരിച്ചു കൊണ്ടുള്ള ശിക്ഷാവിധികളെ നടപ്പിലാക്കുന്ന ദൈവഹിതത്തിന് അനുസരിച്ച് നടപ്പാക്കുന്ന ഹുദൂദാണ് ശരിയ ലോ പ്രകാരമുള്ള ഒരു രീതി. അത് അഡൾട്ടറി പോലുള്ള കേസുകൾ, അതല്ലെങ്കിൽ മദ്യപാനം പോലുള്ള കേസുകൾ, അതിൽ ഖുറാനിലായിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ശിക്ഷാവിധികൾ ഉണ്ടാവും. അത്തരം ശിക്ഷാവിധികൾ യഥാവിധി വിചാരണകളും തെളിവുകളും എടുത്തതിന് ശേഷം മാത്രമാണ് നടപ്പിലാക്കുന്നത്. മറ്റൊന്ന് കിസാസ് എന്നുള്ളതും ഈ ഇസ്ലാമിക ശരിയ ലോയിൽ പ്രതിപാദിപ്പിക്കുന്ന നിയമവ്യവസ്ഥതയാണ്. അവിടെ എന്താണ് വ്യത്യാസം എന്നുള്ളത്, കിസാസ് അഥവാ പ്രതികാര രീതിയിലുള്ള കണ്ണിന് കണ്ണ്, കാതിന് കാത്, കൈക്ക് കൈ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികാര നടപടികൾ ആണ് ഇത്തരം കിസാസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടം സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുകയോ കൊലപാതകത്തിന് ഇരയോ ആയാൽ ആ വിക്ടിമിൻ്റെ, ആ ഇരയുടെ ബന്ധുക്കൾക്ക് മാപ്പ് നൽകാൻ സാധിക്കും. അങ്ങനെ മാപ്പ് നൽകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ശരിയ ലോ പ്രകാരമുള്ള ബ്ലഡ് മണി അഥവാ ദിയാമണി വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നിയമപ്രകാരമുള്ള കാര്യം. കിസാസ് പ്രകാരമാണ് നിമിഷപ്രിയയുടെ കേസ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഒരു ഭരണകൂടം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ജുഡീഷ്യറിയായി ഒരു സ്റ്റേറ്റ് അവിടെയുള്ള നിയമവ്യവസ്ഥതയിൽ അവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എക്സിക്യൂഷൻ സ്റ്റേജിലുള്ളപ്പോഴാണ് അവസാന മാർഗം എന്നുള്ള നിലയിൽ അവരുടെ ബന്ധുക്കളുമായി ആലോചിച്ച് ദിയാന്തരം നൽകിക്കൊണ്ട് മാപ്പ് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നയതന്ത്ര ബന്ധവും നടക്കാത്ത സ്ഥലത്താണ് തൻ്റെ ബന്ധങ്ങൾ ഇസ്ലാമികമായ പാണ്ഡിത്യമുള്ള ആ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ ഒരു സൂഫി വര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ആസിഫ് എന്ന ആ നാട്ടിലെ നോർത്ത് യമനിലുള്ള ഏറ്റവും ആദരണീയനായ ഒരു മതപണ്ഡിതനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യമൻ കോടതിയുടെ എക്സിക്യൂഷൻ നടപടിക്ക് മുമ്പേ ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായ ഒരു സമയം അനുവദിച്ച് കിട്ടിയത്. ഈ താൽക്കാലികമായ സമയം അനുവദിച്ച് കിട്ടുമ്പോഴും ഒന്നും മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ
അവിടുത്തെ ഭരണകൂടത്തിനോ മറ്റെന്ത് രീതിയിലോ ഈ ശിക്ഷ നടപടികൾ നിർത്തിവെക്കാൻ സാധിച്ചില്ല. ഏതെങ്കിലും രീതിയിൽ അവർ ബന്ധുക്കൾ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഈ ശിക്ഷാ നടപടികൾ നിർത്തിവെക്കാൻ സാധിക്കില്ല. കാരണം ശരിയാ ലോ പ്രകാരം ഇന്നത്തെ ഒരു വ്യവസ്ഥിതിയിൽ മാപ്പ് നൽകാൻ സാധിക്കുന്നത് അവരുടെ കുടുംബത്തിന് മാത്രമാണ്. ഇവിടെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അവിടെ ശരിയാ നിയമപ്രകാരമുള്ള ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലുള്ള നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമൻസുകളും പോവരുത്. അത് ചെയ്യുന്നത് ഏതെങ്കിലും നിലയിൽ അവർ ചെയ്ത കുറ്റത്തെ ഞങ്ങൾ ആരും തന്നെ ന്യായീകരിക്കുന്നില്ലെങ്കിലും ഒരു കുറ്റവാളിയാകുന്നതിൻ്റെ സാഹചര്യമോ അവർ അനുഭവിച്ച വേദനയോ അവരുടെ കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ നമുക്കാർക്കും അറിയില്ല. ഒരു പക്ഷേ എല്ലാ ജയിലുകളും അതൊരു മാനസികമായ പരിവർത്തനം നടത്തേണ്ട കേന്ദ്രങ്ങളായിട്ടാണ് ലോകങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഒരു കുറ്റവാളി എല്ലാ കുറ്റങ്ങളിൽ നിന്നും പാപമോചനം നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതിന് വഴി തുറക്കുകയും, എന്നാൽ ആ ആളുടെ പ്രവൃത്തി മൂലം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് മാപ്പ് കൊടുക്കാനുള്ള അവകാശം അവരുടെ ബന്ധുക്കൾക്കുള്ളതുമാണ് ശരിയായ ലോയിൽ പറയുന്നത്. ഈ ശരിയാ ലോ പ്രകാരം ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കുമ്പോൾ വധശിക്ഷയുള്ളതിൻ്റെ ആ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുമെന്നല്ലാതെ ശിക്ഷാ നടപടികൾ ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് കോടതിക്കോ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തിനോ തീരുമാനിക്കാവുന്നതാണ്. കാശ് കൊടുത്ത ഉടനെ തന്നെ ശിക്ഷയെല്ലാം ഒഴിവാക്കി പിറ്റേ ദിവസം ഇവിടത്തേക്ക് കയറി വരാൻ സാധിക്കും എന്നൊന്നുമല്ല അതിനർത്ഥം. ഒരുപക്ഷെ ഇത്രയും കാലയളവിൽ ശിക്ഷ കാലയളവായി കണക്കാക്കിക്കൊണ്ട് ആ ഒരു വർഷം എത്രയാണ് എന്നുള്ളതൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിൽ, തീരുമാനിക്കുന്ന രീതിയിൽ അതാത് രാജ്യത്തെ ഭരണകൂടത്തിനും അതാത് രാജ്യത്തെ ജുഡീഷ്യറിക്കും അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും പെടാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. അതിനെ തഹ്സീർ എന്ന് പറയും. തഹ്സീർ എന്നത് കൃത്യമായ രീതിയിലുള്ള ശിക്ഷാ നടപടികളോ കാര്യങ്ങളോ സുന്നയിലോ ശരീഅത്തിലോ ഖുറാനിലോ പറയുന്നില്ലെങ്കിൽ ജഡ്ജിയുടെ ഡിസ്ക്രിമിനേഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ലിഖിതമായ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് കൊണ്ടുള്ള ശിക്ഷാ നടപടികൾ ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ യമനിലെ നിയമം ശരിയാ ലോയോടൊപ്പം തന്നെ അതാത് കാലഘട്ടത്തിലുള്ള ട്രഡീഷണൽ ഗോത്രവർഗത്തിൻ്റെ നിയമങ്ങളും ഒപ്പം തന്നെ നിയാബ അഥവാ പബ്ലിക് പ്രോസിക്യൂഷൻ, സാധാരണ രീതിയിൽ ഫ്രഞ്ച് പ്രൊസീജിയറിൻ്റെ ഭാഗമായുള്ള പബ്ലിക് പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളാണ് നമ്മൾ GCC രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്നത്. അത് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ പവർ കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർക്കുണ്ട്. ഒരു കേസിൽ ജാമ്യം കൊടുക്കാനുള്ള അധികാരം പോലുമുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂഷൻ. അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് UAE പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ക്രിമിനൽ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിമിഷപ്രിയയുടെ കേസ് മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ആ കേസ് മാറ്റിവെച്ച് ആ പറയുന്ന ബന്ധുക്കളുടെ മാപ്പിനു വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ മലയാളികൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകൾ കുറച്ചുകൂടി സമീപനം പാലിക്കണം. അവർ ഒരു ആളുടെ ജീവനാണ് വില കൽപ്പിക്കുന്നത്. നിങ്ങളുടെ ചെറിയൊരു പ്രവൃത്തി കൊണ്ട് നയതന്ത്ര ബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ട ഇല്ലാതായ യമനിലെ ഭരണകൂടം പോലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരുടെ ബന്ധുക്കളെ പ്രകോപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മലയാളികളെ, ഇന്ത്യക്കാരെ ചെയ്യരുത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് യമൻ. അവിടെ ശരിയാ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജുഡീഷ്യറിയുടെ കൃത്യമായ കാര്യങ്ങൾ ഖുറാൻ്റെയും ഹദീസിൻ്റെയും സുന്നയുടെയും ഒക്കെ വെളിച്ചത്തിലാണ് ചെയ്യുന്നതെങ്കിലും നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെയൊക്കെ ആശയങ്ങളെ പിന്തുടരുന്ന രീതിയിലുള്ളതും മോഡേൺ ആയിട്ടുള്ള തിയറികളും ക്രിമിനോളജിയും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നതുമായ ഒരു നിയമവ്യവസ്ഥിതിയാണുള്ളത്. ഇവിടെ യമനിൽ ക്യാപിറ്റലായ സനയടക്കം നോർത്തേൺ എമിറേറ്റ്സിൽ ഹൂതികളാണ് ഭരണം നടത്തുന്നത് എങ്കിലും സൗദിയുടെയും UAEയുടെയും സപ്പോർട്ടിൽ മറ്റൊരു ഏതൻ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രസിഡൻഷ്യൽ കൗൺസിലിൻ്റെ രീതിയിലാണ് ഭരണമുള്ളത്.
എന്നിരുന്നാലും ഇസ്ലാമിക പ്രിൻസിപ്പിൾ തന്നെയാണ് എല്ലാ രീതിയിലും അവിടെ പ്രാബല്യത്തിലുള്ളത്. ചില രാജ്യങ്ങളിൽ ഫ്രഞ്ച് പ്രൊസീജിയർ അഥവാ നിയാബ പബ്ലിക് പ്രോസിക്യൂഷന് കൂടുതലായി ഇൻവെസ്റ്റിഗേഷൻ പവറും കാര്യങ്ങളും ചെയ്തുള്ള കാര്യങ്ങളല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി അങ്ങോട്ട് ആ കുടുംബത്തിന് ബ്ലഡ് മണി വാങ്ങിയോ വാങ്ങാതെയോ മാപ്പ് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലുള്ളപ്പോൾ നമ്മൾ ആരും തന്നെ നെഗറ്റീവായുള്ള രീതിയിലേക്ക് പെരുമാറാൻ പാടില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ന്യായവും അന്യായവുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു കുറ്റവാളി ഒരിക്കലും സ്വമേധയാ ഉണ്ടാകുന്നതല്ല. അവരുടെ സാഹചര്യം, അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു കഥയായി തോന്നാം. പക്ഷേ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. ഓരോ ആളുകളും ഓരോ വ്യക്തികളും ജീവിത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അവരുടെ സാഹചര്യം എന്താണെന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ അവർ ചെയ്തതിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നൊരവസ്ഥയോ അതല്ലെങ്കിൽ നാം അറിയാത്ത വല്ല കഥകൾ അവർക്കിടയിലുണ്ടോ എന്ന് അറിയാതെ എങ്ങനെയെങ്കിലും അവരെ തൂക്കിലേറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമായ മനുഷ്യ ജീവിയായ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാംസ്കാരികമായി ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന മലയാള സമൂഹത്തിന് യോജിച്ചതല്ല എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്.